ഇന്നലെ ലോക ജനദിനമായിരുന്നു. വെള്ളം എവിടെ ഒഴുകുന്നുവോ അവിടെ സമത്വം എന്നതാണ് ഈ വർഷത്തെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം. ഇന്ത്യയിലെ വീടുകളിൽ പൈപ്പ് കണക്ഷനുകൾ എത്തിക്കുന്നതിൽ നമ്മൾ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാന ചോദ്യം ബാക്കിയുണ്ട്. ആ പൈപ്പിലൂടെ വരുന്നത് കുടിക്കാൻ യോഗ്യമായ സുരക്ഷിതമായ വെള്ളമാണോ? കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യയിൽ ടാപ്പ് വെള്ളം കുടിച്ച് 34 പേർ മരിക്കുകയും 5000-ലധികം പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തു എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു സത്യമാണ്. നമ്മൾ സാധാരണയായി വെള്ളത്തിലെ ബാക്ടീരിയകളെയും മറ്റണുക്കളെയുമാണ് ഭയപ്പെടാറുള്ളത്. വെള്ളം തിളപ്പിച്ചാൽ ഇവയെ മാറ്റാം. എന്നാൽ അതിലും ഭീകരമായ മറ്റൊരു അപകടം നമ്മുടെ വെള്ളത്തിലുണ്ട്: രാസമാലിന്യങ്ങൾ. ആഴ്സനിക്, ഫ്ലൂറൈഡ്, നൈട്രേറ്റ് തുടങ്ങിയ വെള്ളത്തിന് നിറമോ മണമോ രുചിയോ മാറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയില്ല. ജൽ ജീവൻ മിഷൻ വഴി ലക്ഷക്കണക്കിന് വീടുകളിൽ പൈപ്പുകൾ എത്തിച്ചു എന്നത് ശരിയാണ്. എന്നാൽ ഒരു പാർലമെന്ററി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഭൂഗർഭജല സാമ്പിളുകളിൽ ഏകദേശം 20% നൈട്രേറ്റിന്റെ അളവ് അനുവദനീയമായതിലും കൂടുതലാണ്. ആഴ്സനിക്, ഫ്ലൂറൈഡും പല സംസ്ഥാനങ്ങളും വലിയ ഭീഷണിയായി തുടരുന്നു. ശുദ്ധീകരിക്കാത്ത വെള്ളം പൈപ്പിലൂടെ നൽകുന്നത് സൗകര്യമല്ല, മറിച്ച് വലിയൊരു ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് വഴിവെക്കുന്നത്. ഈ വിഷാംശങ്ങൾ ശരീരത്തിലെത്തുന്നത് പെട്ടെന്നുള്ള രോഗങ്ങൾക്കല്ല, മറിച്ച് ഗുരുതരമായ ദീർഘകാല പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ക്യാൻസർ, എല്ലുകളുടെ വൈകല്യം, കുട്ടികളുടെ ബുദ്ധിമാന്ദ്യം എന്നിവ ഇതിൽ ചിലതുണ്ട്. യൂണിസെഫ് കണക്ക് പ്രകാരം ജലജന്യ രോഗങ്ങൾ മൂലം ഇന്ത്യക്ക് വർഷം തോറും ഏകദേശം $600 മില്യൺ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഇത് കേവലം ചികിത്സാ ചെലവ് മാത്രമല്ല, ജനങ്ങളുടെ തൊഴിൽ നഷ്ടവും ഉൽപ്പാദനക്ഷമതയിലുണ്ടാകുന്ന കുറവുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ളത്തിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾ ഒരു ദിവസം ശരാശരി 35 മിനിറ്റോളം വെള്ളം ശേഖരിക്കാനായി ചിലവഴിക്കുന്നു. വർഷത്തിൽ ഏകദേശം 27 ദിവസത്തെ കൂലിക്ക് തുല്യമായ സമയമാണിത്. വെള്ളം മലിനമാകുമ്പോൾ കുടുംബാംഗങ്ങളെ പരിചരിക്കേണ്ടി വരുന്നതും ചികിത്സാ ചെലവ് കണ്ടെത്തേണ്ടി വരുന്നതും സ്ത്രീകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ജലസുരക്ഷ എന്നത് പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, അതൊരു സാമൂഹിക നീതിയുടെ പ്രശ്നം കൂടിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാനും അത് പൊതുജനങ്ങളെ അറിയിക്കാനും ശക്തമായ സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയിലും നമുക്ക് വേണ്ടത് കേവലം പൈപ്പ് ലൈനുകളല്ല, മറിച്ച് വെള്ളത്തിൻ്റെ ഗുണനിലവാരം നിരന്തരം പരിശോധിക്കുന്ന ലാബുകളും കർശനമായ നിയമങ്ങളുമാണ്. വെറും ആക്സസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് സേഫായിരിക്കണം. ടാപ്പ് വെള്ളം കുടിച്ച് ഒരാൾ പോലും മരിക്കാത്ത ഒരു നാടാണ് നമുക്ക് വേണ്ടത്. ഓരോ തുള്ളി വെള്ളവും സുരക്ഷിതമാവട്ടെ.